അതുകൊണ്ടല്ലേ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീനയിലെ പുണ്യ റൗളയിലെത്തി നബി തങ്ങളുടെ മുമ്പിൽ, എന്നിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സങ്കടം പൊട്ടി നബി തങ്ങളോട് പറഞ്ഞ വാക്ക് ഫീ ഹാലത്തിൽ ബുദിറൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ സഫതി. എന്തൊരു വാക്കായി പറയണത്! അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ളാഹിയുടെ തിരു റൗളയുടെ ചാരത്ത് വന്ന് നിന്നുകൊണ്ട് നിറക്കണ്ണുകളോടെ മഹാനായ ആരിഫീങ്ങളുടെ സുൽത്താനാക്കി ലോകത്ത് വാഴ്ത്തപ്പെടുന്ന മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിനെ നോക്കി പറഞ്ഞതാ, നബിയെ, അങ്ങയുടെ മുമ്പിലേക്ക് ഭൗതിക ജഡത്തോടെ അഹ്മദുൽ കബീർ വന്നു നിൽക്കേ. ഈ പാവപ്പെട്ട അഹമ്മദ് അങ്ങയുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്നത് ശരീരത്തോടൊപ്പമാണ്. പക്ഷേ ഇന്നലെ വരെ ഇവന്റെ റൂഹിനെ അങ്ങയുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. ഈ പരിശുദ്ധ റൗളയിലെത്താതെ, ഈ ചുമരുകളെ ചുംബിക്കാതെ, ഈ ഓരത്ത് കൂടാതെ അഹമ്മദിന്റെ ഒരൊറ്റ ദിവസവും ഈ റൂഹ് മടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും എന്റെ റൂഹി തിരുഹളറത്തിൽ വന്നിരുന്നു, അവിടത്തെ സന്ദർശിച്ചിരുന്നു. ഇന്നിതാ അങ്ങയുടെ മുമ്പിലേക്ക് അഹ്മദുൽ കബീർ ഈ ജഡത്തോടൊപ്പം തന്നെ വന്നു നിൽക്കുകയാണ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ സഫതി. ആ കൈയൊന്ന് നീട്ടിത്തരുമോ? ആ കൈ ഞാനൊന്ന് ചുംബിക്കട്ടെ. എന്റെ മുമ്പിലേക്ക് ആ പരിശുദ്ധമായ കൈയൊന്ന് നീട്ടിത്തരുമോ നബിയേ? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നബിയോട് പറയാം.